മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുന്നു. തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിട്ടുള്ളത്. കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകളോട് നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നത് തീരുമാനിക്കാനാവും. ഏതായാലും ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാൻ. അങ്ങനെ ഇവിടെ അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റും ആ നില തന്നെയാണ് എടുത്തു പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നത്. അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത്? അപ്പീലിന്റെ കാര്യം ഞാൻ പറഞ്ഞ നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. ആ പരിശോധന നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ്? വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണോ ഗവൺമെന്റ് അപ്പീലിന് പോകുന്നവരെ ചോദിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്നു. അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമ്മുടെ നാടിന്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു ഇമെയിൽ സന്ദേശമായിരുന്നു വന്നത്. ഇമെയിൽ സന്ദേശം വന്നപ്പോൾ ആ സന്ദേശം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിനൊരു കാലതാമസവും ഉണ്ടായിട്ടുണ്ട്. മുന്നേ പരാതി CM-നെ അറിയിച്ചിരുന്നു. തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടത്തുന്നു എന്ന കാര്യങ്ങളൊക്കെ CM-നെ നേരത്തെ ദിലീപ് അറിയിച്ചിരുന്നു. എനിക്കങ്ങനെ ഒരു ഓർമ്മയില്ല. അങ്ങനൊരു നിവേദനമൊന്നും കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനൊരു ഗൂഢാലോചന അതിൽ ഉണ്ടോ? ദിലീപ് ഇന്നലെയും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. ദിലീപ് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് തന്നെ വ്യക്തത വരുത്തണമല്ലോ. അതല്ലേ നല്ലത്. എന്നെ അറിയിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതെ, ആ പ്രസ്താവന കണ്ടു. അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിന്റേതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അദ്ദേഹത്തിന്റെ തോന്നലുകൾ പറയുന്നതാണല്ലോ. അതിന്റെ ഭാഗമായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അവരുടെ മുന്നിൽ തെളിവുകളായിട്ട് ചില കാര്യങ്ങൾ വരും. ആ തെളിവുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളിലേക്ക് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പലരും തെളിവുകളുമായിട്ട് വരുന്നവരാണല്ലോ. അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നത്. മാധ്യമങ്ങൾ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമെങ്കിലും അതിന്റെ ഭാഗമായല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാട് എടുക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി
അവരുടെ മുന്നിൽ വരുന്ന തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ എടുക്കുന്നത്. അതേതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയില്ല. വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷന്റെ കാര്യവും കോടതിയുടെ കാര്യവും കോടതിയുടെ മുന്നിലുള്ള വാദങ്ങളുടെ കാര്യമൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. അതിന്റെ മറ്റു വിശദാംശങ്ങൾ വന്നാലല്ലേ പറയാൻ പറ്റും. ഇപ്പൊ കോടതി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കാണണല്ലോ. അതിനുശേഷമല്ലേ അതിനെപ്പറ്റിയുള്ള വിലയിരുത്തലേക്ക് കടന്നു. ഇതിന് മറ്റൊരു വിഷയം, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെ ഈ താങ്കളെ പൊതുവിൽ CPM-നെ ഈ സംഘപരിവാരമായി ചേർത്ത് കെട്ടിക്കൊണ്ട് വലിയ പ്രചാരണം നടത്തുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ലീഗ് കാരന്മാരും കോൺഗ്രസ് കാരന്മാരും ഒക്കെ ബോധപൂർവം അത്തരത്തിൽ സംഘി വിജയ പോലുള്ള പരാമർശങ്ങൾ പോലും വലിയ രീതിയിൽ നടക്കുക. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനടിസ്ഥാനമായി നിൽക്കുന്ന കേരളത്തിലെ ബഹുജനങ്ങള് UDF-നെ വലിയ തോതിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി UDF-ന്റെ കൂടെയുള്ളവർ തന്നെ വൻതോതിൽ UDF-ൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നില വരുന്നത്. അങ്ങനെ വരുമ്പോൾ കടന്നു വരണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ മാർഗം വേണമെന്ന് അവർ കാണുക. പുതിയ ഏതെങ്കിലും ഒരു ശക്തിയെ ഒന്നിച്ചു കിട്ടുമെന്നാണ് അവർ നോക്കുന്നത്. അപ്പൊ അതിന് ശ്രമിച്ചപ്പോ പിന്നെ നിൽക്കുന്നത് സാധാരണഗതിയിൽ മുന്നണികളിൽ നിന്നും ഭാഗമാകാൻ പറ്റാത്തത് ചിലരാണ്. അതായത് LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ട്, UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ട്. ഇതല്ലാത്ത ചിലർ കേരളത്തിലുണ്ട്. അതിൽ പലതും വർഗീയ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ പരസ്യമായി കൂട്ടുചേർക്കാം എന്ന നിലപാടെടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ അത് വെച്ചുകൊണ്ടാണ് ഒന്നിച്ചു കൂട്ടാൻ UDF കോൺഗ്രസും ലീഗും തയ്യാറാകും. അങ്ങനെ തയ്യാറായപ്പോൾ അവർക്ക് ശുദ്ധിപത്രം നൽകാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോ UDF നേതാക്കൾ. കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ അവരെക്കുറിച്ച് വലിയ തോതിൽ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ പറയുന്നതിന് അനുസരിച്ച് തന്നെ അവരുടെ അണികളിൽ, പ്രത്യേകിച്ച് അണികളായിട്ടുള്ള മുസ്ലിം ബഹുജനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ധാരണക്ക് ഒരു മാറ്റവും വരുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബഹുജനങ്ങളിൽ വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രസ്ഥാനമാണ്. അതിനിടയാക്കിയത് അവരുടെ നിലപാട് തന്നെയാണ്. അവര് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ വിശ്വസിച്ചവരല്ല. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങളിലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടേതായ നിലപാടുകളാണ് അവരെല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചു പോയത്. അങ്ങനെ അവരെ കൂട്ടിയപ്പോൾ ഇത്തരം വർഗീയ തീവ്രവാദ സംഘടനകൾക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട്. അതെല്ലാ വർഗീയ സംഘടനകൾക്കുള്ളൊരു ഗുണമാണ്, ഒരു സ്വഭാവമാണ്. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഈ പറയുന്ന സ്വഭാവം കാണാൻ പറ്റും. നല്ല നുണ വ്യാപകമായി പ്രചരിപ്പിക്കും. ആ നുണ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതിന് വലിയ വൈദഗ്ധ്യം നേടിയവരാണ്. അത് സത്യമായി തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്.
പിന്നെ നുണയുടെ തന്നെ ആശാന്മാര് പണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു നുണ ശക്തമായി പിണറായി വിജയന്റെ മീറ്റ് ദ പ്രസ് പരിപാടി കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ തുടരുകയാണ്.